ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ PSC ലേറ്റസ്റ്റ് ആയിട്ട് ഇലക്ട്രിക്കലിന് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നില്ല നമുക്ക് നോക്കാം. അത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസ് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രിക്കലിന്റെ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസത്തോളം നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 126/2024 കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 53,900 തൊട്ടിട്ട് 1,18,100 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ 3 വേക്കൻസിയാണ് എന്ത് ചെയ്യുക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷനും അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ എപ്പോഴാണെന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിവേഴ്സിറ്റീസ് അതേപോലെ PWD എന്ത് ചെയ്യുക ഓൾറെഡി ഇപ്പൊ അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലൈ ചെയ്യാനുണ്ടാവും. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ KWയും കൂടി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസും KW ഒക്കെ ഓൾമോസ്റ്റ് സെയിം സിലബസിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ. പിന്നെ PWDന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു 90% എന്താ നമ്മൾ ഇലക്ട്രിക്കൽ സിലബസ് തന്നെയാണ്. ബാക്കി 10% ആണ് നമ്മൾ ഫീൽഡ് തിയറി എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷനും മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എന്താ സെയിം സിലബസ് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇത് നിങ്ങൾ മൂന്നും കൂടി എന്താ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മൂന്നിനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ അതിനനുസരിച്ചിട്ട് എന്താ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. കാരണം എന്താ വെച്ചാല് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ മാത്രം എന്താ നമുക്കത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് എക്സാം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യണമെന്നല്ലോ. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ എന്താ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോ ഇതിലിപ്പം കേരള വാട്ടർ അതോറിറ്റി നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 126/2024 അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സിലാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BTech in ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ഫ്രം UGC എന്ന് പറഞ്ഞാൽ AICT എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. AICT നമ്മൾ പൊതുവെ പറയാറില്ല. ഓക്കെ. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള. ഓക്കെ. അതേപോലെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നിലയിൽ. ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ പ്രൊബേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതിൽ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 17/7/2024 കേട്ടോ. 17/7/2024 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പ്രൊഫൈൽ എന്താ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇത് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോ ഓക്കെ. ഓക്കെ. നമുക്ക് വേറെ ഇലക്ട്രിക്കലിന്റെ ഒന്നും വന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് ഇതുകൊണ്ട് ജസ്റ്റ് നോക്കാം. ഓക്കെ. ഇല്ല, വേറെ ഇലക്ട്രിക്കലിന്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ. അപ്പോ ഇലക്ട്രിക്കൽ കേസിൽ ഇപ്പം പറഞ്ഞ പോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 53,900 തൊട്ട് 1,18,100 വരെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്താ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താ സെറ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിലിപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ നമുക്ക് എന്താ സെറ്റ് ആക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുള്ള. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.